നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹന രാഗലയം എന്ന നമ്മുടെ സംഗീത സപര്യ മ്യൂസിക്കൽ ജേർണി വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ഒരു പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് മൂളിയിരുന്നു. കേട്ടപ്പോൾ കുറച്ച് പേര് അതിനെ ഒന്ന് കൂടുതൽ ഇലാബറേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പ്രത്യേകം എടുത്ത് ചോദിച്ചത് കോഴിക്കോടുള്ള നമ്മുടെ ഫ്രണ്ടും യോഗ ട്രെയിനറുമായിട്ടുള്ള ശ്രീമതി ഗീത ടീച്ചറാണ്. ഗീത ടീച്ചർക്ക് സ്പെഷ്യലി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഒരു സ്പെഷ്യൽ സോങ്സ്, അല്ലെങ്കിൽ വസന്ത ഗീതങ്ങൾ, ഉത്സവ ഗീതങ്ങൾ എന്നൊക്കെ പറഞ്ഞ ദാസേട്ടന്റെ തരംഗിണി സ്റ്റുഡിയോസ് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇറക്കിയിരുന്നു. അതിൽ രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് ഈണമിട്ട എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ. ശരിക്കും ആ ഗാനം ഒരു സാധാരണ ഗാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നീട് അത് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ അതിന്റെ ഒരു പ്രത്യേക ഒരു മനോഹാരിത ഞാൻ പതുക്കെ അതിലേക്ക് ആകർഷ്ടനാകുമായിരുന്നു, ആ പാട്ടിലേക്ക്. ഇപ്പൊ പലപ്പോഴും കേട്ടിട്ട് അതിൽ എന്തൊക്കെയോ ചില മാജിക്കുകൾ, രവീന്ദ്ര മാഷ് എപ്പോഴും സംഗീതം കൊണ്ട്, രാഗങ്ങൾ കൊണ്ട് മായാജാലങ്ങൾ തീർക്കുന്ന ഒരു സർഗാത്മകതയുള്ള ആളാണ്, അറിയാലോ നമുക്ക്. അപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ നമുക്ക് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പൊ എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അത് അപഗ്രഥിക്കുന്നുണ്ടോ. കുറച്ച് ടെക്നിക്കലാണ്, അതേപോലെ കുറച്ച് സാഹിത്യവും എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. നമുക്ക് ആ ഒരു പാട്ടിന്റെ ആലാപനത്തിലേക്ക് കിടക്കുക. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിരിന്നെത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിരിന്നെത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. എന്നും തലോടുന്ന പൂന്തെന്നൽ വീജികൾ ഇന്നെത്ര സൗരഭ്യമാർന്നു, എന്നും തലോടുന്ന പൂന്തെന്നൽ വീജികൾ ഇന്നെത്ര സൗരഭ്യമാർന്നു. കാണാത്ത കസ്തൂരി തൂവും നിൻ ചുണ്ടിലെ കണികകളൊപ്പുകയാലേ. എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിരിന്നെത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. ഇതില് സാധാരണ മോഹനരാഗത്തിന്റെ സ്വരങ്ങൾ വരുന്നത് ത രേ ഗ പ ധ സ സാ ധ പ ഗ രേ സ. സംഗീത സംവിധായകര് ആ വരികളുടെ വശ്യത നോക്കിക്കൊണ്ട് അതില് എന്താണ് ആ രചയിതാവ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് കൂടുതൽ പ്രൊജക്ട് ചെയ്യിക്കാനായിട്ട് ചെറിയ ചില മൈനർ ആയിട്ടുള്ള നോട്ട്സുകള്, അന്യസ്വരങ്ങൾ എന്ന് പറയും നമ്മള്, ഈ രാഗങ്ങളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. എന്നും തലോടുന്ന പൂന്തെന്നൽ വീജികളിന്നെത്ര സൗരഭ്യമാർന്നു, എന്നും തലോടുന്ന പൂന്തെന്നൽ വീജികളിന്നെത്ര സൗരഭ്യമാർന്നു. ഈ വരിയില് നമ്മൾ നോക്കിയാൽ അറിയാം, ആ ഒരു ചെറിയൊരു പോർഷനിൽ, അതായത് എന്നും തലോടുന്ന പൂന്തെന്നൽ വീജികൾ ഇന്നെത്ര സൗരഭ്യമാർന്നു, എന്നും തൊട്ട് തലോടി പോകുന്ന ആ മന്ദമാരുതൻ ആ ഹൃദയത്തിലുണ്ടായ പ്രണയം കൊണ്ട് നമുക്ക് കൂടുതൽ മനോഹരമായിട്ട് തോന്നുകയാണ്. അപ്പൊ അവിടെ ഇന്നെത്ര സൗരഭ്യമാർന്നു, ഇന്നെത്ര സൗരഭ്യമാർന്നു,
ഇന്നിത്ര സൗരഭ്യമാർന്നു. ആ ഒരു ഭാഗത്ത് ഒരു പ്രത്യേകമായിട്ട് ശരിക്കും സരിഗ പധ സ സാ ധ പ ഗ രേ സ, ഈ ഒരു സ്വരസ്ഥാനങ്ങളാണ് മോഹനത്തിലുള്ളത് നേരത്തെ പറഞ്ഞു. അതിൽ നിന്ന് ചെറുതായിട്ടൊരു ചെറിയ മൈന്യൂട്ടായിട്ട് ഒരു ചെറിയ പൊട്ട് പോലെ നീ എന്ന സ്വരം, സരിഗ പധ നീ പ നീ നീ പ നീ ധ പ നീ ധ. ഈ ഒരു തൊട്ടില്ല എന്ന രീതിയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ ഉണ്ടോന്ന് തോന്നും, എന്നാൽ ഒരു രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലെന്നും തോന്നുന്നു. ശരിക്കും അങ്ങനെ ഒരു മാജിക്കലിയാണ് ഈ ഒരു എന്താണ് കണക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചാൽ അതില് മോഹനം പോലെ തന്നെ വന്നേക്കും. ചില ഭാഗങ്ങളിൽ കൂടെ പോകുമ്പോൾ അവിടെ എവിടെയോ ഒരു നീ എന്ന സ്വരം, നിഷാദം, അത് ഒളിഞ്ഞിരിക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. അത് ആ മനോഹാരിത എന്ന് വെച്ചാൽ ആ സൗരഭ്യം, ആ ഒരു സുഗന്ധം എന്നൊക്കെ പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു മനോഹാരിത മാഷിന്റെ ഹൃദയത്തില് അത് രാഗം കൊണ്ട്, രാഗത്തില് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ശ്രുതിവേദം ചെയ്തുകൊണ്ട് ഒന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ശരി. ഇതിന് നന്നായിട്ട് അവഗാഹമുള്ള ആചാര്യന്മാര് ശരിക്കും ചിലപ്പോൾ അപഗ്രഥിച്ചാൽ ചിലപ്പോൾ അത് തെറ്റായെന്ന് വരാം. പക്ഷെ കേട്ടപ്പോൾ എവിടെയോ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നി. 3 സ്റ്റാൻസയാണ് ഇതിന്റെ അകത്തുള്ളത്. എല്ലായിടത്തുള്ള വരികൾ ശ്രദ്ധിച്ചപ്പോൾ അവിടെ എല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട്, ഒരു പദത്തിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് മാഷ് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടുത്ത ഭാഗത്ത് വേറൊരു രീതിയിലാണ് വരികൾ വരിക, അറിയാലോ. പക്ഷെ ട്യൂൺ ഒന്ന് തന്നെയാണ്, പക്ഷെ വരികൾ വേറെ രീതിയിലാണ്. അവിടെയും ആ ഭാഗത്തുള്ള ആ ഭംഗി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. ഓക്കെ. ഇന്നത്തെ പൊൻവെയിൽ ഇന്നത്തെ മാരുതൻ ഈ മുക്തഭൂപാളരാഗം, ഇന്നത്തെ പൊൻവെയിൽ ഇന്നത്തെ മാരുതൻ ഈ മുക്തഭൂപാളരാഗം, എള്ളെണ്ണ തന്മണം പൊങ്ങും നീ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ, ഇന്നത്തെ പൊൻവെയിൽ ഇന്നത്തെ മാരുതൻ ഈ മുക്തഭൂപാളരാഗം, ഈ മുക്തഭൂപാളരാഗം, ഈ മുഗ്ധഭൂപാലരാഗം. ഇല്ല മറക്കില്ലൊരിക്കലുമെന്നല്ലി കണ്ണുനീർ ചൊല്ലുന്നു തോഴി, എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിരിന്നെത്ര ധന്യതയാർന്നു, എള്ളെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി അടർന്നതിനാലേ.